അത് വല്ലാത്തൊരു ഐഡന്റിറ്റി ആയിരുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ മുടി, പിന്നെ ഈ ഹെയർ മൂവ്മെന്റിന് പറ്റുന്ന പോലത്തെ കുറച്ച് പാട്ടുകൾ വരുന്നു. അതായത് ഇപ്പം ബൊമ്മ കുട്ടി ബൊമ്മ പാടുമ്പോഴും ഈ ഹെയർ മൂവ്മെന്റ് നടക്കും, അല്ലെങ്കിൽ ഹമ്മ ഹമ്മ പാടുമ്പോഴും ഈ ഹെയർ മൂവ്മെന്റ് കൃത്യമായിട്ട് നടക്കും. അതായത് ഞാൻ പറയുന്നത് KGF കാലഘട്ടത്തിന് തൊട്ട് മുമ്പ് വരെ ആ അതൊരു വല്ലാത്ത ഒരു സ്റ്റാമ്പിങ് ആയിരുന്നില്ലേ ആ മുടി വെച്ച് അങ്ങനെ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. നമ്മൾ ശരിക്കും ഫസ്റ്റ് ഒരു 94 ബോംബെ, ആ സമയത്താണ് ഞാൻ സ്റ്റേജ് ഷോയ്ക്ക് ഇറങ്ങിയത്. SLC ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പോഴേക്കും റഹ്മാൻ സാറിന് ആ ടൈമിൽ മുടി ഉണ്ടായിരുന്നു, വന്ദേമാരൊക്കെ ആ ടൈമിൽ. അപ്പോൾ എന്നോട് പറഞ്ഞാൽ നീ ഒന്നും മുടി വളർത്തി വെക്കും, ചിലപ്പോൾ അതുപോലെയൊക്കെ ഒരു, അപ്പോൾ പുള്ളി ഒരു തരംഗോട്ടാണല്ലോ ഇങ്ങനെ വന്നത്. അപ്പോൾ അങ്ങനെ മുടിയൊക്കെ വളർത്തി നമ്മൾ സ്റ്റേജിൽ പെർഫോം. അപ്പോൾ ആൾക്കാർക്ക് അതൊരു ഹരമായിരുന്നു, ഒരു കൗതുകമാണ്. അതേ ഒരു പയ്യൻ റഹ്മാൻ പോലെ മുടിയൊക്കെ വളർത്തി പാട്ടൊക്കെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പാടുന്നു. അപ്പോൾ അങ്ങോട്ട് പിടിച്ചു, ഓഡിയൻസ് അത് ഏറ്റെടുത്തു. അപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ പിള്ളേരൊക്കെ വലുതായി, അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒതുങ്ങി. എങ്കിലും നമ്മൾ പൊളി തന്നെ. തിയേറ്ററുകളിൽ പോയി കണ്ടോ ചോട്ടാ മുംബൈ? 3 പ്രാവശ്യം കണ്ടു. റീ-റിലീസിന് ശേഷം ഫസ്റ്റ് കവിതയെ കണ്ടു, പിന്നെ ജി സിനിമാസ് എൻ്റെ കൊച്ചിയിൽ കണ്ടു. 2 പ്രാവശ്യം കണ്ടു അവിടെ. ഒരു ദിവസം രാത്രിയായപ്പോൾ മൈൻഡ് തോന്നിയപ്പോൾ 11 മണിക്ക് പോയി കണ്ടു. പിന്നെ ഫാമിലിയായിട്ട്, പിള്ളേർ ഇതുവരെ കണ്ടിട്ടില്ല, പിള്ളേർ TV മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു മാമനെ പപ്പ പാടിയ പടം കാണാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി പോയി കണ്ടു. ഫസ്റ്റ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. മക്കളൊക്കെ ഉണ്ടല്ലേ? പിന്നെ എത്ര വയസ്സ് കുട്ടികളാ? കണ്ട ലുക്കിലെന്നുള്ളത്. മൂത്തവ ഇപ്പോൾ 10ൽ പഠിക്കുന്നു. പിന്നെ രണ്ടാമത്തവൻ 5ാം ക്ലാസ്. ഓക്കെ. അത് വല്ലാത്തൊരു ഭാഗ്യമാണല്ലോ അല്ലേ? കാരണം ഇപ്പൊ KGF ഡെഫിനറ്റ്ലി അവര് തിയേറ്ററിൽ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും നമ്മളെ രജിസ്റ്റർ ആക്കിയ ഒരു പാട്ട് തിയേറ്ററിൽ പോയി ആ ഇപ്പത്തെ അറ്റ്മോസ് സൗണ്ടിങ്ങോട് കൂടി കേൾപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭാഗ്യമല്ലേ? ആളുകൾ സന്തോഷം ആയിട്ട് തുള്ളുകയാണ്, ആളുകൾ വല്ലാതെ കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട് അത് കേട്ടിട്ട്. അത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? അത് ഫസ്റ്റ് ഡേ ഞാൻ ശരിക്കും കണ്ണ് നിറഞ്ഞിരുന്ന കണ്ട്. കാരണം നമ്മൾ 18 വർഷം മുമ്പ് പാടി നമുക്കൊരു ലൈഫ് ഉണ്ടാക്കി തന്നൊരു പടമാണ്. കാരണം ഞാൻ ഗാനമേള വേദിയിൽ നിന്ന് വന്നൊരാളാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത് മറ്റേ ഇപ്പോൾ വിഷ്ണുഭായ് പറഞ്ഞ് ബൊമ്മ എന്ന് പറഞ്ഞ പാട്ടാണ്. എനിക്കൊരു ഫസ്റ്റ് ഒരു കൈ പിടിച്ചത് ജാസി ചേട്ടനാണ്. അത് കഴിഞ്ഞ് പിന്നെ മമ്മൂക്കയുടെ തൊമ്മനമുക്കലിൽ പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ബിൻ സേവർ എന്ന് പറഞ്ഞ ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള ഒരു ലേബൽ ഉണ്ടാക്കി തന്ന തീർച്ചയായിട്ടും ചോട്ടാകുമ്പോഴാണ്. അതിന് താങ്ക്സ് ടു എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ കാണുന്ന മ്യൂസിക് ഡയറക്ടർ രാഹുൽ ഏട്ടനാണ് എനിക്ക് ആ ഒരു സെറ്റപ്പ് പുള്ളി തന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടൻ്റെ പടത്തിൽ. പിന്നെ അത് പറഞ്ഞാൽ നമ്മുടെ ഞാൻ കൊച്ചിയാണല്ലോ, കൊച്ചി തോപ്പുംപടി മുണ്ടംവേലി സ്ഥലത്താണ് ഫോട്ടോ വെച്ചിട്ടൊക്കെ എടുത്ത്. അപ്പോൾ നമ്മുടെ ഒരു ജീവിത രീതിയൊക്കെ ഒരു പറയുന്നൊരു പടമാണ്. അപ്പോൾ അതിൽ തന്നെ പാടാൻ പറ്റിയത് വളരെ സന്തോഷം. പിന്നെ ഏതൊരു ന്യൂ ഇയർ ആഘോഷം ഉണ്ടെങ്കിലും ഈ ഭൂമിയിലെടുത്തോളം കാലം ഉണ്ടാവേണ്ട ഒരു പാട്ടായിരിക്കും പാട്ട് എന്തായാലും. അപ്പം നമ്മൾ ഓർക്കും ആൾക്കാർ. ഞാൻ തന്നെ ആ പാട്ടിട്ട് ഇടയ്ക്ക് നമ്മൾക്ക് നമ്മുടെ വർഷമൊക്കെ പ്രോഗ്രാം ചിലപ്പോൾ ക്യാൻസൽ ആയി പോകും 31st. അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് കൂട്ടുകാരുടെ കൂടെ കൂടി പൊളിക്കും, അല്ലെങ്കിൽ ഫോട്ടോ വെച്ച് പോകും. അപ്പം പല സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ പാട്ടുകൾ ഇങ്ങനെ കേട്ടിട്ടിരിക്കണ പല സ്ഥലത്തും. അപ്പോൾ പറയടാ ബ്രോ തൻ്റെ പാട്ടിട്ട് പൊളിക്കണേട്ടാ, ഭയങ്കര ഹാപ്പിയല്ലേ. ഇതിപ്പോൾ 2007 സിനിമ ഇറങ്ങുന്ന സമയത്ത് അന്ന് ആളുകൾ എങ്ങനെ ഈ പാട്ടിന് വൈബ് ചെയ്തിരുന്നെന്ന് ഓർമ്മയുണ്ടോ? അന്ന് ഓക്കെ, അന്ന് അടിപൊളിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഒരു ക്രൗഡ് അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ ഹെവി ക്രൗഡിലേക്ക് വന്നെന്ന് എനിക്ക് തോന്നല്ല. അന്ന് കൈഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം അത്ര പഞ്ചാണല്ലോ. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ 2 കൊച്ചിക്കാരാണ് ഈ പാട്ട് പാടി, ഞാനും അഫ്സലിക്കും കൂടി പാട്ട് പാടിയത്, നമ്മുടെ സീനിയർ. അപ്പം പക്ഷെ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, ഇപ്പോഴാണ് പിള്ളേർ കുറച്ചും കൂടി വേറൊരു വൈബാണല്ലോ, ഫുൾ ഫ്രീക്കിംഗ് മൈൻഡാണ്. അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് ദിവസം പോയിട്ട് ആ കിടങ്ങി പോയി. ഈ ആ ഫസ്റ്റ് പാട്ട് ലാലേട്ടനെ കാണിക്കുമ്പോഴുള്ള ആ പാട്ട് തൊട്ട് പിള്ളേർ പോയിട്ട് കവിതയുടെ ഫ്രണ്ടിൽ കളിയാണ്. പിന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇപ്പൊ തലേം വാസപ്പെടാമ എല്ലാവർക്കും മിക്ക പിള്ളേർക്ക് അറിയാം ലിറിക്സ്, പക്ഷെ ചെട്ടിക്കുളങ്ങരയാണ് ഫസ്റ്റ് റിമിക്സ് പാട്ട്. അപ്പൊ അതുവരെ പിള്ളേര് എടുത്ത് പാടണേ, കണ്ടാൽ ഇവനൊരു തണ്ടുകാരി അത്. അപ്പൊ പിള്ളേർ ഇപ്പൊ ഭയങ്കര മ്യൂസിക് ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. തുടങ്ങിയ കാലഘട്ടം കുറച്ച് മിസ്സായി പോയി. ഞാൻ ഇപ്പോഴായിരുന്നു തുടങ്ങേണ്ട അങ്ങനെ തോന്നുന്നു. കാരണം ഇപ്പോഴാളുകൾ കുറേയും കൂടി ഡാൻസ് ചെയ്യാനും, പണ്ട് നിങ്ങൾ ആളുകളിലേക്കൊക്കെ ഇറങ്ങണ്ടേ അവരൊന്ന് ഡാൻസ് ചെയ്യിപ്പിക്കാൻ. ഇന്ന് ഇപ്പോൾ 18 to 35 വരെയുള്ള ക്രൗഡ് പാട്ട് വെച്ചാൽ നാച്ചുറലി ഡാൻസ് ചെയ്യും. അത് ആൺ പെൺ ഭേദമില്ല, അതെല്ലാവരും ഡാൻസ് ചെയ്യും. എനിക്കൊന്നേ ആഫ്റ്റർ കൊറോണ ഇല്ലേ, അപ്പോഴും ആൾക്കാരുടെ മൊത്തം ചിന്താഗതി പറയും. മറ്റേ നമ്മൾ ഇപ്പോൾ ഒരു അമ്പലപ്പറമ്പിലോ പള്ളിപ്പറമ്പിലോ
മച്ചാനെ നമുക്ക് പൊളിക്കാം. അപ്പൊ ആൾക്കാർ നീക്കും. പിന്നെ പരിപാടി വൈബാക്കി കൊണ്ടുവരുമ്പോ ഡാൻസ് ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നമ്മള് റെഡിയല്ലേ പൊളിക്കാൻ റെഡിയല്ലേ എന്ന് പറയുമ്പോൾ തന്നെ റെഡിയാണ് പിടിച്ചേട്ടാ. ഫസ്റ്റ് പാട്ട് വിട്ടു അവസാനം ചേച്ചിമാരും നമ്മുടെ എല്ലാവരും അങ്ങനെ ആൺപെൺ ഒന്നുമില്ല, എല്ലാവരും ഇപ്പൊ ഭയങ്കര എൻജോയ്മെന്റാ. ആയിക്കൊന്ന് ആഫ്റ്റർ കൊറോണ ആണ് അതിപ്പോ ഇത്തിരി അടിപൊളിയായിരിക്കുന്നത്. പണ്ട് ഈ ഗാനമേള തുടങ്ങുമ്പോ ഈ ആദ്യം ഒരു ഈശ്വര പ്രാർത്ഥന, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മെലഡി സെമി മെലഡി, നമ്മളെയൊക്കെ 4ാമത് ഇറക്കി. യുവരാജൊക്കെ ഇറങ്ങണ പോലെ 4-5 നമ്പറിലൊക്കെ ഇറക്കണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു ഭക്തി, ചിലപ്പോൾ അമ്പലമാണെങ്കിൽ ഒരു ഭക്തി, അല്ലെങ്കിൽ പള്ളിയാണെങ്കിൽ ഒരു, പിന്നെ ഒരു ആ സമയത്ത് ട്രെൻഡായിട്ട് ഒരു മലയാളം പാട്ട്, ഒരു മെലഡി ടൈപ്പ് പാട്ടുണ്ടാവും. ചിലപ്പോ ഒന്നെങ്കിൽ ചിലപ്പോൾ പ്രമോദോന് അങ്ങനത്തെ ആയിരിക്കും, അല്ലെങ്കിൽ ഞാനുള്ളപ്പോ അത് കോലക്കുഴലിയായിട്ടും ഒക്കെ ആയിരുന്നു. പിന്നെ ലേഡീസ് വരും, അത് 3ഉം മെലഡി ആയിരിക്കും. പിന്നെ അടുത്തായിട്ട് നമുക്കൊരു അടിച്ചുപൊളി നമ്മളെ അലമ്പുണ്ടാക്കാൻ വേണ്ടി ഇറക്കി വിടും. അങ്ങനെയാണ് നമ്മൾ വന്നിട്ട് പൊളി പൊളിക്കും. ചിലപ്പോൾ അടിപൊളിയായിരിക്കും, ചിലപ്പോൾ കൂക്ക് കിട്ടും. ഈ പാട്ട് പാടിക്കഴിഞ്ഞ റെക്കോർഡിംഗ് സെഷൻസും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും മറക്കാൻ പറ്റുമോ? ഞാനേ ഈ രാഹുലേട്ടനെ അതിനൊരു 2-3 കൊല്ലം ഞാൻ പുള്ളിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് ഇങ്ങനെ മാർട്ടിൻ ഡിജിറ്റൽ സ്റ്റുഡിയോ ഉണ്ട് മരടിൽ. അപ്പോൾ ഞാൻ എന്തോ ഒരു ഭക്തിഗാനം എന്തോ പാടാൻ വേണ്ടി ചെന്നാ. അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു പുള്ളി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ പേര്? ഞാൻ പറഞ്ഞു ബിബിൻ. ചേട്ടൻ്റെ പേരെന്താ? ഞാൻ രാഹുൽ രാജ്. എന്താണ് അവർ ജിങ്കിൾ. അപ്പോൾ എവിടെ വീട് എവിടെ? പറഞ്ഞു ഇവിടെ അടുത്താണ് ചേട്ടൻ. പാലാരിലോ? ഞാൻ ഇവിടെ അല്ല, UK-ലാണ് അവിടെ. ഓക്കെ, അപ്പോൾ എന്താണ്? ഞാൻ പാട്ടുകാരനാണ്, ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പാട്ടൊക്കെ പാടും, പ്രോഗ്രാമിനൊക്കെ. ഇവിടെ എന്താ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സംഭവം. അപ്പോൾ പോയപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എനിക്ക് നമ്പർ ഒന്ന് തരാമോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്യും. ഓക്കെ നമ്പർ ചെയ്തു. പിന്നെ ആ ഒരു സൗഹൃദം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു എറണാകുളത്തുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സാധനം പാടാം. അപ്പോൾ ഞാൻ ഈ ഒരു അമൃത ചാനലിലൊരു കർഷകരുടെ ഷോ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാധനം പാടാൻ എന്നെ വിളിച്ച്. അത് ഓക്കെ ആയിരുന്നു. പിന്നെ പറഞ്ഞ് ഒരു പടമൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കണ്ട്, ഓക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്നെ തരാമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു വന്ന് പാടി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെന്ന് നമ്മുടെ ലാൽ മീഡിയയിലായിരുന്നു, ചെന്ന് പാടി. അപ്പോൾ ഇങ്ങനെ പടം എന്താണെന്നുണ്ടോ ഞാൻ ചോദിച്ചില്ല. അപ്പോൾ പുള്ളി പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ പാടി കഴിഞ്ഞപ്പോൾ, എടാ ഇത് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. ഞാനും പുള്ളിയും അന്ന് ഫസ്റ്റ് പടമല്ലോ. അപ്പോൾ അവർ പ്രൊഡ്യൂസറും ഡയറക്ടറും ഓക്കെ അടിച്ചാൽ നിൻ്റെ പേര് ഇതിലുണ്ടാവട്ടെന്ന് പറഞ്ഞു. ഓക്കെ ഏട്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു ലാസ്റ്റ് എല്ലാം പാടിക്കഴിഞ്ഞപ്പോൾ അൻവർക്ക് കേൾക്കാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞ അപ്പം എനിക്ക് കത്തി, ഇതെന്തോ ഒരു വലിയ സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഇത് ചോട്ടാമ്പൈ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ. അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. പക്ഷെ അന്ന് ഇങ്ങനെ ഈ പാട്ടിന് ഇന്ന വിഷ്വലാണ് അങ്ങനെയൊന്നും നമുക്ക് അറിയില്ലല്ലോ. കാരണം അന്ന് ഇങ്ങനെ ഈ സോങ് ടീസർ ഇറക്കുക യൂട്യൂബേ ഇല്ല. അപ്പൊ നമ്മുടെ കണ്ണമാരി മോളിച്ച് പറഞ്ഞ യൂട്യൂബില്ല, ഫേസ്ബുക്കില്ല, വാട്സാപ്പില്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല. അപ്പൊ സത്യം പറഞ്ഞ ഈ വിഷ്വൽ ആദ്യമായിട്ട് കാണാൻ തിയേറ്ററിലല്ലേ? തീർച്ചയായിട്ടും. പിന്നെ എന്നോട് പറഞ്ഞ ഇങ്ങനെ വലിയ സംഭവം ഒന്നും വേണ്ട, സംഗതികളൊന്നും ഇല്ല, പവർഫുൾ ആൻഡ് ജോയ്, ഇത് സന്തോഷം, ഒരു ഉത്സവമേളം, അത് വെച്ച് മൈൻഡ് വെച്ച് പാടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു മൂഡിലാണ് പാട്ട്. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് ഫുൾ പാടിച്ചു. അത് പറഞ്ഞു വേറെ സിംഗറും ഉണ്ടാവും, അത് നിനക്ക് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ എടുത്തിടും, അങ്ങനെ ഉണ്ടാന്ന് പറഞ്ഞു. ഒന്ന് പാടാവോ? പിന്നെ ഉറപ്പായിട്ടും അതിന്റെ അനുപല്ല വീട്ടു പാടാം. കൗമാരം കടന്നവനെ നീ പൂന്നുള്ളാൻ വരുന്നതല്ലേ, കൗമാരം കടന്നവനെ നീ പൂന്നുള്ളാൻ വരുന്നതല്ലേ, ഒത്തിരി നീ നുള്ളല്ലേ, കൈവിരലോ നോവില്ലേ, ഇത്തിരി നീ നില്ല, ഒത്തിരി നീ നുള്ളല്ലേ, കൈവിരലോ നോവില്ലേ, ഇത്തിരി നീ നില്ല, കാണുന്നേ ദൂരെ പടപടയൊരു പടയണിയുടെ കടലിലകണ തിരയടി, വാസ്കോ ഡ ഗാമ went to the drama, പുതുവർഷം കാണാൻ കവിളേലുമ്മ, നാളത്തെ മേളം കേൾക്കാനോ നമ്മൾ നേരുന്നേ ഒന്നായി ഒരു നൂറുമ, സിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം, പതഞ്ഞൊരു തീരത്തോ പറന്നിറങ്ങാം, പറക്കും ഈ ലോകത്തെ വിലക്കെടുക്കാം, ഇറങ്ങിവ ഒരുങ്ങിവ മിനുങ്ങിവ എന്നല്ലേ മേള.